അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനവും ആദരവും നിറഞ്ഞ ഖതീബ് ഉസ്താദ്, മറ്റു ഉസ്താദന്മാർ, ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ, അൻസാറുൽ മുസ്ലിമീൻ അൻസാരിയ ജമാഅത്ത് കമ്മിറ്റി, അൽഹംദുലില്ലാ 1500-ാമത്തെ മുത്തു ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജന്മദിനത്തിൻ്റെ പരിപാടി ആഗസ്റ്റ് 31-ന് ആരംഭം കുറിച്ച് സെപ്റ്റംബർ 5 വരെ നീണ്ടു നിന്നു. കഴിഞ്ഞ വർഷത്തിനേക്കാൾ വിപുലമായി ഈ പരിപാടി നമ്മളെ കൊണ്ട് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വലിയ സഹകാരം നിങ്ങളുടെ ഭാഗത്തിൽ നിന്നാണ് എന്ന് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. കൂടുതലായൊന്നും പറയുന്നില്ല, സമയം വളരെ കുറവാണ്. 1-2 വിഷയങ്ങൾ മാത്രമാണ് നിങ്ങളെ മുമ്പിൽ ഓർമ്മപ്പെടുത്താൻ ഈ സമയത്ത് ആഗ്രഹിക്കുന്നത്. പരിശുദ്ധമായ റബിയുൽ അവ്വൽ 12-ൻ്റെ ദിവസത്തിലാണ് നമ്മൾ ഇന്നുള്ളത്. 13-ാമത്തെ രാത്രി. നമ്മുടെ ഷെഡ്യൂൾ പോലെ നടക്കേണ്ട എല്ലാ പരിപാടികൾ അൽഹംദുലില്ലാ നടന്നിട്ടുണ്ട്. 2-ാമത്തെ വർഷമാണ് ഞാൻ നിങ്ങളുടെ ഈ മദ്രസയിൽ ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം പരിപാടി നടത്തിയതിനേക്കാളും കണ്ടെടുത്തോളം അൽഹംദുലില്ലാ ഈ വർഷം വിപുലമാക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇന്ന് 3 മണിയാകുമ്പോൾ എനിക്കെൻ്റെ കുടുംബത്തിൽ നിന്നൊരു ഫോണ് വന്ന് എൻ്റെ മൂത്താമ്മ ഉമ്മയുടെ ജ്യേഷ്ഠത്തി മരണപ്പെട്ടു എന്ന്. പക്ഷേ ഈ പരിപാടി വിട്ടുപോകുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് കരുതിയിട്ട് ഈ സദസ്സിൽ വെച്ച് ആ ഉമ്മാക്ക് ദുആ ചെയ്യാ എന്ന് കരുതി പോവാതിരുന്നതാണ്. എന്തൊക്കെയോ തിരക്കുള്ള ഈ സാഹചര്യത്തിൽ ഞാനടക്കം നമ്മുടെ മറ്റു ഉസ്താദന്മാർ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാനും എൻ്റെ കൂടെയുള്ള 10ഓളം ഉസ്താദന്മാർ ഈ പരിപാടിക്ക് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ഓരോ ഉസ്താദന്മാരെ പേരെടുത്ത് പറയേണ്ടത് തന്നെയാണ്. 2-3 ദിവസങ്ങളായി വീട്ടിലേക്ക് പോലും ഫോൺ ചെയ്ത് ഭാര്യയോടോ ഉമ്മയോടോ മക്കളോടോ, എൻ്റെ സ്വന്തം 3 കുട്ടികൾ വീട്ടിലുണ്ട്. ഒരാഴ്ചത്തോളമായി ഞാൻ എൻ്റെ മക്കളോട് സംസാരിക്കാൻ സമയം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ പരിപാടിൻ്റെ പിന്നിൽ ഒരാഴ്ചത്തോളമായി ഞങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാ സമയത്തും ഇതിൻ്റെ പിന്നിലാണ്. നാട്ടിലേക്കും പോകാതെ വ്യാഴവും വെള്ളിയുമാണ് ഈ പ്രാവശ്യം റബിയുൽ അവ്വലിൻ്റെ പരിപാടി വന്നത്. എല്ലാ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഉസ്താദന്മാർ നാട്ടിലേക്ക് പോകുമ്പോൾ ഈ വ്യാഴാഴ്ച നമ്മുടെ മക്കളെ പരിപാടിയാണ്. സ്വന്തം മക്കളെക്കാളും സ്നേഹം കാട്ടി ഈ മക്കളുടെ പരിപാടിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. അല്ലാഹുവേ, നമ്മുടെ ഉസ്താദന്മാർക്ക് നീ ആഫിയത്ത് നൽകണേ റഹ്മാനെ. എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്തെങ്കിലും ഒരു കുറവ് വരുമ്പോൾ പെട്ടെന്ന് വിളിച്ച് ചൂടാകുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുകയോ ചെയ്യുമ്പോൾ ഈ പരിപാടി നടത്തുന്നതിൻ്റെ ഇടയിൽ പോലും പല രക്ഷിതാക്കൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനും പരിഹാരം ഞങ്ങളെ മുമ്പിൽ ഉണ്ടല്ലോ. ഒരു കുട്ടിക്ക് പാട്ടുപാടാൻ അവസരം കിട്ടിയില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ വിളിച്ച് നല്ലോണം ചൂടായി. അപ്പോഴെല്ലാം ഞങ്ങൾ നല്ല സമാധാനത്തിൽ അവരോട് പറഞ്ഞത്, ഏത് സമയത്ത് വന്നാലും നമ്മുടെ മക്കൾ നിങ്ങളുടെ മക്കൾ ഒന്നാണ്, ഞങ്ങൾ വേറെയായി കാണുന്നില്ല, എപ്പോൾ വന്നാലും ഞങ്ങൾ പാട്ട് പാടിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ് ഈ വേദിയിൽ നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അവസരം ഞങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഈ വർഷം നിങ്ങൾക്കറിയാം, സമ്മാനത്തിന് പോകുമ്പോൾ അമീച്ചയുടെ കൂടെ ഞാനും പോയിട്ടുണ്ട്. നല്ല നല്ല സമ്മാനങ്ങളാണ് ഓരോ പരിപാടിക്ക് വേറെ ആയിട്ടെടുത്തിട്ടുണ്ട്. 11 ഉസ്താദന്മാരെ ഓർക്കുമ്പോൾ 12-ാമത്തെ ഒരാളെ ഞങ്ങൾ മറക്കുന്നില്ല. നമ്മുടെ ഈ പ്രാവശ്യത്തെ ഉസ്തുവാരിയായി അമീച്ചയും നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ഉസ്താദന്മാരെ കൂടെ തന്നെയുണ്ടായിരുന്നു. എല്ലാ സമയത്തും എന്തൊക്കെ വേണം അതൊക്കെ ചോദിക്കുമ്പോഴും അങ്ങോട്ട് നിന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ട് നിന്ന് അങ്ങോട്ടും എല്ലാം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നത് ഈ വേദിയിലുള്ള അമീച്ചയുമാണ്. അല്ലാഹുവേ, നീ ആഫിയത്ത് നൽകണേ റഹ്മാനെ, ആരോഗ്യവും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. നമ്മൾ പലരെയും സമീപിച്ചിട്ടുണ്ട്. ഒരാളും ഒന്നും തരില്ല എന്ന് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. പണം ചോദിച്ചപ്പോൾ പണം തന്നിട്ടുണ്ട്, ഭക്ഷണം ചോദിച്ചപ്പോൾ ഭക്ഷണം തന്നിട്ടുണ്ട്, കുടിക്കാൻ വേണ്ടി പാനീയം ചോദിച്ചപ്പോൾ അതെല്ലാം നൽകിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി എല്ലാ ദിവസവും ഞങ്ങൾ സദസ്സൊരുക്കിയിട്ടുണ്ട്. ആദ്യ ദിവസം മുതൽ ഇന്ന് വരെ ഒരൊറ്റ കുട്ടിക്കും ഞങ്ങൾ ദുആ ചെയ്യാതെ സദസ്സിൽ നിന്ന് പിരിഞ്ഞിട്ടില്ല. സമയം വളരെ ചുരുങ്ങിയിട്ടുണ്ടെങ്കിലും 5-10 മിനിറ്റ് അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നും അൽഹംദുലില്ലാ നമ്മുടെ സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉൾഭാഗത്തിലുള്ള
ബോക്സ് വെച്ചിട്ടെങ്കിലും ഉസ്താദ് അടക്കമുണ്ട് നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി സഹായ സഹകരണം ചെയ്ത ആളുകൾക്ക് ദുആ ചെയ്ത് പിരിയുമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഇന്ന് നമുക്ക് കുറേ സമ്മാനങ്ങൾ നൽകാനുണ്ട്, ഉസ്താദന്മാർക്കുള്ള പ്രൈസ് നൽകാനുണ്ട്, അതുപോലെ കുട്ടികൾക്കുള്ള ട്രോഫി കൈമാറാനുണ്ട്. 3 ടീമുകളായി എത്രയോ 150 ആൺകുട്ടികളുടെ മത്സരം, 68ഓളം പെൺകുട്ടികളുടെ മത്സരം, അതുപോലെ 650 വിദ്യാർത്ഥികൾ വെച്ച് 5 ദിവസത്തോളം മത്സരം നടത്തി. ഇന്ന് അവസാനമായി ഫലം കാത്തിരിക്കുമ്പോൾ കൂടുതലായി സംസാരിച്ച് ഈ സമയത്തിന് ഞാൻ ഉപയോഗപ്പെടുത്തുന്നില്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിപാടിക്ക് ആരൊക്കെ എന്തൊക്കെ രീതിയിൽ തടി കൊണ്ടോ ശാരീരികമായിട്ടോ ഭക്ഷണവുമായിട്ടോ പൈസമായിട്ടോ സഹകരിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥന എല്ലാവർക്കും നന്ദിയായി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.